ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പോക്കോ F1 സ്റ്റോക്ക് റോം ആയിട്ടുള്ള MIUI 12 പറ്റി ഞാൻ അധികം പറയേണ്ടതില്ലല്ലോ. അതിലാണെങ്കിൽ നമുക്ക് പെർഫോമൻസും ഇല്ല, ബാറ്ററി ബാക്കപ്പും ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ബഗ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു MIUI 12 സഹിക്കാൻ വയ്യാതെയാണ് മിക്ക ആളുകളും നമ്മുടെ കസ്റ്റം റോംസിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു MIUI 12 ബേസ്ഡ് റോമാണ്, MIUI 12.5 ടു ബി പ്രിസൈസ്. അപ്പോൾ ഈ ഒരു റോമിന്റെ പ്രത്യേകതകൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബഗ്സിന്റെ എണ്ണം കുറവാണ്, അതുപോലെ തന്നെ നല്ല പെർഫോമൻസും കിട്ടും, ഡീസെന്റ് ആയിട്ടുള്ള നല്ല ബാറ്ററി ബാക്കപ്പും ഈ ഒരു റോമിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പോക്കോ 12.5.2 പറ്റിയിട്ടാണ്. ഇതിന്റെ കോഡ് നെയിം വരുന്നത് CoolGuy എന്നാണ്. അപ്പോൾ ആ ഒരു കോഡ് നെയിം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ പോക്കോ ടീം തന്നെ കുറേയധികം നമ്മുടെ MIUI 12.5 ബേസ്ഡും അല്ലാതെ ആൻഡ്രോയിഡ് 11 ബേസ്ഡ് MIUI റോംസ് ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഈ പറയാൻ പോകുന്ന റോം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് MIUI 12 എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു റോമാണ്. അപ്പോൾ നമുക്ക് ഈ റോമിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഒന്ന് തുടക്കത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതിൻ്റെ സ്പ്ലാഷ് സ്ക്രീൻ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. അൺലീസ്റ്റ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ സ്പ്ലാഷ് സ്ക്രീൻ അവർ റോമിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബൂട്ട് അനിമേഷനും പുതിയ MIUI 12.5 ബൂട്ട് അനിമേഷനും ഒരു പുതിയ സൗണ്ടും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലോ സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് IR ഫേസ് അൺലോക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇനി റോമിൻ്റെ UI പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മിക്ക MIUI റോംസിലും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ജിറ്റേഴ്സോ ലാഗ്സോ ഒക്കെ ഫേസ് ചെയ്യാറുണ്ട് UIക്കകത്ത്. ആപ്പ് ഓപ്പണിംഗ് വളരെ ശോകമാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു UI ആണ്. സ്മൂത്തസ്റ്റ് റോം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും എവിടെയും ജിറ്റോസോ ലാഗ്സോ ഒന്നും തന്നെ ഇല്ല. ആപ്പ് ഓപ്പണിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. കുറേ നേരം നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കിയാലും എവിടെയും ഒരു ചെറിയ ജിറ്റർ പോലും കാണാനായിട്ട് വരില്ല. ഇപ്പോഴത്തെ പല MI ഫോൺസിലുള്ള ഒരു മെയിൻ പ്രശ്നം അതാണ്. ഇത് നമുക്കിവിടെ ഇല്ല. ഇനി വോളിയം പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MIUI 12.5 തന്നെ വോളിയം പാനൽ നമുക്കിവിടെ കാണാനായിട്ട് വരും. സാധനം ഒരു ഫുൾ സ്ക്രീനിൽ വന്നിട്ട് കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു എന്താ പറയുക വോളിയം പാനലാണ് നമുക്ക് ഈ ഒരു റോമിൽ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് മറ്റൊരു അടിപൊളിയായിട്ടുള്ള ഫീച്ചറാണ് ഫ്ലോട്ടിംഗ് വിൻഡോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിടാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്കതിൻ്റെ നമ്മുടെ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പിൻ ചെയ്തിടാൻ പറ്റും. എന്നിട്ട് നമുക്ക് താഴെ വേറൊരു ആപ്ലിക്കേഷൻ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. സോ ഒരേ സമയം തന്നെ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ പിൻ ചെയ്തിടാനായിട്ട് പറ്റും. അപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ ചോദ്യമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പറ്റി അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു നല്ല ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയാണ്, MIUI ക്യാമറ. അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. മിക്ക കസ്റ്റം റോംസിലും നമ്മൾ മിസ് ചെയ്തൊരു ഫീച്ചർ തന്നെയാണ്. ഇതിനകത്ത് പ്രോ മോഡ് ആവട്ടെ പോർട്രേറ്റ് മോഡ് ആവട്ടെ എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. ഫോട്ടോസ് എടുക്കാൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ വീഡിയോഗ്രാഫിക്ക് ഈ ഒരു ക്യാമറ തന്നെയാണ് ബെസ്റ്റ്. കാരണം 4K 60 FPS എല്ലാം സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലോ മോഷനും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 120 FPS ആവട്ടെ 960 FPS ആവട്ടെ സൂപ്പർ സ്ലോ മോ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ റോമിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് സൂപ്പർ വാൾപേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ സൂപ്പർ വാൾപേപ്പേഴ്സ് എല്ലാം ഇവർ ഓൾറെഡി പ്രീ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലുള്ള ഒരു സൂപ്പർ വാൾപേപ്പർ കൂടെ അവരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ബഗ് എന്താണെന്ന് വെച്ചാൽ ഈ റോമിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്താൽ സ്ക്രീൻ ബഗ്ഗായിട്ട് സ്ക്രീൻ ഓഫായി തന്നെ ഇരിക്കും. അപ്പം അത് ചില സമയങ്ങളിൽ നിങ്ങൾ ഫോഴ്സ് റീബൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നല്ല രീതിയിൽ ബഗ്ഗാണ്, അത് യൂസ് ചെയ്തിരിക്കുക. ഇനി ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞാൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരത്തേക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എത്ര നേരം ഫോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സ്ക്രീൻ ടൈം. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇനി വീഡിയോ ടൂൾ ബോക്സിൻ്റെ 2.0 എന്ന് പറഞ്ഞ വെർഷനാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ MX പ്ലെയറിലൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡിലായിട്ടൊരു ടൂൾ ബാർ കിട്ടും. അതിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവിടെ എടുക്കാൻ പറ്റും. വാട്സാപ്പ് ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സ്ക്രീൻ ഓഫായിട്ട് അത് പ്ലേ ആവാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു നല്ല ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം സ്പേസ് 3.0 ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഗെയിം സ്പേസിൻ്റെ പുതിയ വേർഷനാണ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് പെർഫോമൻസ് മോഡ് അതുപോലെ തന്നെ കുറച്ച് എൻഹാൻസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് മോഡിനകത്ത് ചെറിയ ബാൻഡ് വിഡ്ത്ത് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ അഡ്വാൻറ്റേജ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. വോയിസ് ചേഞ്ചറൊക്കെ ആൻഡ്രോയിഡ് 11 റോമിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇനി നമ്മുടെ ആ ഒരു ഗെയിം സ്പേസ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സ്ക്രീൻ ലോക്ക് ചെയ്യാനും CP ബൂസ്റ്റ് കാണാനായിട്ട് പറ്റും. പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. നേരത്തെ വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ MIUI 12 പറ്റത്തുള്ളായിരുന്നു, പക്ഷേ ഇപ്പം കുറേയധികം ആപ്ലിക്കേഷൻസ് ആ ലിസ്റ്റിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് പെർഫോമൻസ് മോഡും അതുപോലെ തന്നെ ബാലൻസ്ഡ് മോഡിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ചെറിയ ഗെയിംസ് കളിക്കാൻ ബാലൻസ്ഡും പെർഫോമൻസ് വേണ്ടിയുള്ള ഗെയിംസ് കളിക്കുമ്പോൾ പെർഫോമൻസിലേക്കും സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു റോമിന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 8 to 9 hours സ്ക്രീൻ ഓൺ ടൈം ആണ് ഈ ഒരു റോമിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ആലോചിക്കാം, 3 വർഷം പഴക്കമുള്ള ഡിവൈസ് ആണ്. അതിൽ MIUI ഇട്ടിട്ട് നമുക്ക് 8 മണിക്കൂർ പ്ലസ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിലും കിടിലൻ ബാറ്ററി ബാക്കപ്പ് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആണ് ഈ റോമിൽ കിട്ടുന്നത്. ഐഡിയൽ റേഞ്ച് ചെറുതായിട്ടുണ്ട്, ലൈക്ക് ഒരു 4-5% എങ്ങനെ രാത്രിയിൽ പോയാലായി. പക്ഷെ അത് വലിയ പ്രശ്നമില്ല, കാരണം കുറേ സർവീസസ് ഒക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കിയിട്ടുണ്ട്, ലൈക്ക് നെറ്റും ഫുൾ കണക്ട് ചെയ്തിട്ടായിരിക്കും കിടന്നുറങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല സൂപ്പർ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു റോമിൽ എനിക്ക് കിട്ടുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിൽ ഞാൻ BGMI അല്ല കളിച്ച് നോക്കിയത്. BGMI കളിച്ച് നോക്കിയിട്ട് അവിടെ എവിടെയും ചെറിയ ചെറിയ ഫ്രെയിം ഡ്രോസ് ഒക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനതെടുത്ത് കളഞ്ഞിട്ട് PUBG KR എടുത്ത് കളിച്ച് നോക്കി. ആൻഡ് അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ റോമിനകത്ത് ഓടുന്നത്. ഇപ്പോൾ ഈ ഒരു കേണൽ പെർഫോമൻസ് അത് വെറും ബേസിക് ആയിട്ടുള്ള കേണലാണ്, അങ്ങനെ ഭയങ്കര പെർഫോമൻസ് അവകാശപ്പെടാത്ത ഒരു സാധാ കേണലാണ്. അതിൽ വരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഗെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല FPS ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 50+ FPS ഇപ്പം ക്ലാസിക്സ് കളിക്കുമ്പോഴും അതുപോലെ തന്നെ റീഡിയംസ് കളിക്കുമ്പോൾ 60 FPS കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ റോമിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പെർഫോമൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം കേണൽസ് ഈ റോമിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീനോസോ അല്ലെങ്കിൽ അതുപോലുള്ള NGK പോലുള്ള കേണൽസ് ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ കോമ്പറ്റീറ്റീവ് കളിക്കുന്നവർക്ക് സ്റ്റോക്ക് കേണൽ അല്ലെങ്കിൽ പെർഫ്+ എന്ന് പറഞ്ഞാൽ ഒരു കേണലിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മറ്റു കേണൽസ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കേണൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു റോമിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റം റോംസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തന്നെയായിരിക്കും MIUIയുടെ ഈ ഒരു റോം എന്ന് പറഞ്ഞാൽ. സാധനം അത്യാവശ്യം നല്ല സ്മൂത്ത് UIയും ബഗ്സൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ബിൽഡ് ആയിട്ടുള്ള റോമാണിത് MIUIയുടെ ബേസിസിൽ. അപ്പം MIUI ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ആ ഒരു പഴയ സ്റ്റോക്ക് ഫീൽഡിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ MI ഫോണിൻ്റെ സ്റ്റോക്ക് ഫീൽഡിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റോം തന്നെയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും റോം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.